ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ. അപ്പോൾ നമ്മൾ ഇതുവരെ ആൽഡിഹൈഡ്സ്, ബെൻസാൽഡിഹൈഡ്സ്, പിന്നെ ആൽഡിഹൈഡും കീറ്റോണും ഒരുമിച്ചുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നോക്കിയത് അല്ലേ. ഇനി കീറ്റോണിനെ മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആൽഡിഹൈഡ് പോലെ തന്നെയാണ്. ആൽഡിഹൈഡ് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് രണ്ട് രീതിക്കാണ് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത്. ഒന്ന് ആസിഡ് ക്ലോറൈഡ് എന്നും രണ്ടാമത്തെ സയനൈഡ് എന്നും. അതുപോലെ തന്നെയാണ് കീറ്റോണിലുള്ള. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്ന റിയേജൻസിൻ്റെയാണ്. അപ്പം ആൽഡിഹൈഡിൽ നമ്മൾ ആദ്യത്തേൽ ആസിഡ് ക്ലോറൈഡായിട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, അത് നമ്മൾ ഹൈഡ്രജൻ വെച്ച് റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ കീറ്റോണിൻ്റെ കേസിൽ നമ്മൾ ആസിഡ് ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ആസിഡ് ക്ലോറൈഡ്. അപ്പോൾ ആസിഡ് ക്ലോറൈഡായിട്ട് കീറ്റോണിൻ്റെ കേസിൽ റിയാക്ട് ചെയ്യുന്നത് ഡൈ ആൽക്കൈൽ കാഡ്മിയാണ്. ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൈ ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് കാഡ്മിയം, ഇതാണ് ഡൈ ആൽക്കൈൽ കാഡ്മിയം. അപ്പോൾ ഇത് ആസിഡ് ക്ലോറൈഡായിട്ട് RC+CLും R2CD വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടണു? കീറ്റോൺ കിട്ടണു. ഇതാണ് നമ്മുടെ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആസിഡ് ക്ലോറൈഡ് നമ്മൾ എടുത്തു, RC+CL. ഇതിന് നമ്മൾ എന്ത് ചെയ്യണേ? കീറ്റോൺ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആസിഡ് ക്ലോറൈഡിനെ ഡൈ ആൽക്കൈൽ കാഡ്മിയം വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഈ കാഡ്മിയവും ക്ലോറിനും കൂടിയിട്ട് പോവും. എന്നിട്ട് CdCl2 എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോവും. അത് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടും. മെയിൻ പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ഈ R ഉണ്ടല്ലോ, R ഇവിടേക്ക് കയറും. ഈ CLൻ്റെ സ്ഥാനത്തേക്ക് കയറും. എന്നിട്ട് RC+R എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇത് 2 എണ്ണം ഉണ്ടായിരിക്കും. അത് എന്താ പറയുക, ബാലൻസ് ചെയ്തിട്ടാണ് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയത്തിന് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, കാഡ്മിയം ക്ലോറൈഡ് ഇല്ലേ, അതിനെ ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കും. അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ കാഡ്മിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്ങനെ ഈ R2CD കിട്ടി എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ, ആൻസറാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാഡ്മിയം ക്ലോറൈഡ് എടുത്തു, അതിനെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? RMgX അല്ലേ, ഇതായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ R കാഡ്മിയത്തിൻ്റെ ഒപ്പം പോവും. എന്നിട്ട് ബാക്കി MgXും Cl2 കൂടിയിട്ടാണ് റിയാക്ട് ചെയ്യുക. അതായത് R കാഡ്മിയത്തിൻ്റെ ഒപ്പം പോകുമ്പോൾ എന്ത് സംഭവിക്കും? R2CD എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, പിന്നെ ബാക്കി കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് MgXCl. ഓക്കെ, എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 2MgXCl എന്നും കിട്ടും, ഇവിടെ 2RMgX എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് ആവശ്യമുള്ള R2CD പ്രിപ്പയർ ചെയ്യണത് CdCl2 ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വെച്ചിട്ട്. ഇതെന്താണ്? ഗ്രിഗ്നാർഡ് റിയേജൻ്റാണ്. അപ്പോൾ ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് കാഡ്മിയം ക്ലോറൈഡിനെ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ R2CD കിട്ടുന്നത്. ഈ R2CDനെ ആസിഡ് ക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? കീറ്റോൺ കിട്ടുക. ഓക്കെ, അപ്പോൾ ആസിഡ് ക്ലോറൈഡിൽ നിന്ന് എങ്ങനെ കീറ്റോൺ ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R2CD വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡൈ ആൽക്കൈൽ കാഡ്മിയം റിക്വയർഡ് ഫോർ ദി അബവ് റിയാക്ഷൻ, അതായത് മെയിൻ റിയാക്ഷൻ, ഇസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് കാഡ്മിയം ക്ലോറൈഡ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. അതിൻ്റെ റിയാക്ഷനാണ് ഇത്. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ എന്ന് പറയുന്നത് സയനൈഡാണ്. അപ്പോൾ രണ്ടാമത്തെ സയനൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ അതെങ്ങനെയാണ്? സയനൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഹൈഡ്രോളസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീറ്റോൺ കിട്ടും എന്നാണ് പറയുന്നത്. എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ജനറൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സയനൈഡ് എടുത്തു, RC+N അല്ലേ. ഇതിനെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് പ്രിപ്പയർ ചെയ്താലാണ്, റിയാക്ട് ചെയ്യിപ്പിച്ചാലാണ് നമുക്ക് കീറ്റോൺ കിട്ടുക. നമുക്ക് നേരത്തെ പറഞ്ഞ ആൽഡിഹൈഡ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു? ഈ സയനൈഡിനെ റിഡ്യൂസ് ചെയ്യണമായിരുന്നു അല്ലേ. SnCl2/HCl വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിബാലച്ച് വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു? റെഡ്യൂസ് ചെയ്യണമായിരുന്നു. ഇവിടെ സയനൈഡ് ആയതുകൊണ്ട് അല്ലെ, കീറ്റോണിൻ്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് സയനൈഡിനെ RMgX അതായത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വെച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ, എന്നാലേ കീറ്റോൺ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എപ്പോഴും നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് കിട്ടും. അതായത് നമുക്ക് എന്തുണ്ടായിരുന്നു? ഓൾറെഡി ഇവിടെ R ഉണ്ടായിരുന്നു.
R ഉണ്ട്, C ഉണ്ട്, ആൻഡ് ട്രിപ്പിൾ ബോണ്ട് N ആണ്. അവിടെ പൊട്ടും, എന്നിട്ട് ഡബിൾ ബോണ്ട് ആവും. എന്നിട്ട് ആ ബോണ്ട് പറഞ്ഞാൽ ഇവിടേക്ക് പോവും. എന്നിട്ട് ഇവിടെയുള്ള R ഇങ്ങോട്ട് കയറും. ഓക്കെ, ഞാൻ വേറെ കളർ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി എന്തുണ്ടായിരുന്നു? R ഉണ്ട്, C ഉണ്ട്, പിന്നെ ഈ ട്രിപ്പിൾ ബോണ്ട് ഒരു ബോണ്ട് പൊട്ടിയിട്ട് ഇവിടേക്ക് കൊടുക്കും. പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് N എന്നാവും. ഇനി ബാക്കി നമ്മൾ രണ്ടാമത്തെ റിയേജൻറ്റ്, അതായത് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ R ഇല്ലേ, അത് ഇവിടേക്ക് കയറും. പിന്നെ ബാക്കി MgX Nൻ്റെ അപ്പുറത്തേക്ക് പോകും. എന്നിട്ട് MgX ഇങ്ങനെയാവും. ഇതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ്. ഈ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോളൈസ് ചെയ്യണം. സാധാരണ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണോ റിയാക്ഷൻ നടക്കുക അതുപോലെ തന്നെ. ഓക്കെ, ഇവിടെ ഓൾറെഡി R എന്നുണ്ടായിരുന്നു, ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ഈ NMgXന് പകരം O കയറും. ഓക്കെ, അങ്ങനെ RC ഡബിൾ ബോണ്ടോ R എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ള കീറ്റോൺ. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് സയനൈഡ് യൂസ് ചെയ്തിട്ട് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രോളൈസ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കീറ്റോണിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബെൻസീൻ എടുക്കും. ബെൻസീനിന് CH3COCl, അതായത് ആസിഡ് ക്ലോറൈഡ് ആയിട്ട് AlCl3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബെൻസീൻ മേലേക്ക് COCH3 കയറും. ബെൻസീൻ ഇങ്ങനെയാണ്, അതുമേലേക്ക് COCH3 കയറും. അതൊരു റിയാക്ഷൻ. ഇനിയിപ്പോൾ അതിന് പകരം ബെൻസൈൽ ആസിഡ് ക്ലോറൈഡാണ് കയറണമെങ്കിൽ C6H5COCl, പിന്നെ AlCH3 വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ള C6H5CO ആണ് ബെൻസീൻ റിങ്ങുമേലേക്ക് കയറുക. അങ്ങനെയാണ് ഇത് കിട്ടുക. അപ്പോൾ ഇതാണ് കീറ്റോണിൻ്റെ പ്രിപ്പറേഷൻ.